Good morning. Good morning. Morning, Miss. Morning, Miss. Good morning, teacher. Strength എന്താ വളരെ കുറവ്? ഇത്രയും പേരുണ്ടാവാറുള്ളൂ? ഓക്കെ, പ്രയർ ആരാണ്? പ്രയർ ആരെന്ന് പറയണേ? ഞാൻ പറയണ കേക്കാവോ? കേക്കാം. പ്രയർ ആരാണെന്ന് ചെയ്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എടുത്ത് ചെയ്തോട്ടാ പ്രയർ. മിസ് ഞാൻ പറയട്ടെ? പറഞ്ഞോടാ. O God, true origin of all knowledge, bless our studies, which we offer to you, enlighten our minds, strengthen our memories, and direct our wills towards what is right. Grant us light to seek truth always, and make us truly wise. Thank you, God. താങ്ക് യു. കോഡ്സ് ഓഫ് ദി ഡേ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ കോഡ്സ് ഓഫ് ദി ഡേ? Yes, ma'am. പറഞ്ഞോട്ടാ ഇന്നത്തെ കോഡ്സ്. ആരുമില്ലേ കോഡ്സ് പറയാനായിട്ട്? എന്ത് സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. ബാക്കി കുട്ടികളൊക്കെ എന്ത് ചെയ്യും? മിക്കവരും ട്രെയിനിങ്ങിന് പോകാൻ തുടങ്ങി. മിക്കവരും ട്രെയിനിങ്ങിന് പോയി തുടങ്ങി അല്ലെ? നിങ്ങളുടെ ബാച്ചിൽ നിന്നാണോ ടീച്ചേഴ്സ് മാനുവലിനെ കുറിച്ച് എന്നോട് ഡൗട്ട് ചോദിച്ചത്? ആണോ? ആണല്ലേ, ഓക്കെ. ആരായിരുന്നു ചോദിച്ചത്? അതിന്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. നിങ്ങള് ശരിക്കും പറഞ്ഞാല് ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോടൊന്ന് ഷെയർ ചെയ്താൽ മതി. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് മൺഡേ, ഇപ്പൊ ഞാൻ ഫ്രൈഡേ എന്ന് വിചാരിക്കും, നെക്സ്റ്റ് മൺഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ എന്താണോ കുട്ടികളെ പഠിപ്പിക്കാൻ പോണെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല ആ പോർഷൻ ആണ് ടീച്ചേഴ്സ് മാനുവലിൽ എഴുതുന്നത്. ഫോർമാറ്റിൽ ടീച്ചേഴ്സ് മാനുവൽ ഒരു ബോക്സ് ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് അടുത്തതിൽ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏത് മാനുവലാണ്, ഏത് ഫോർമാറ്റിലാണ് ഫോളോ ചെയ്യുന്നത്, ആ ഫോർമാറ്റ് ആയിരിക്കണം. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോർമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാവേ. ഞങ്ങളിൽ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് മാനുവലിന്റെ ഫോർമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടീച്ചേഴ്സ് മാനുവലിന് ഹെഡിങ് ഉണ്ട്. അതേപോലെ തന്നെ ഡേറ്റ്, ക്ലാസ്, സബ്ജക്ട്, ലെസൺ. ഇനി ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ബോക്സും ദെൻ റിസൾട്ടും ആണ്. ലേണിംഗ് ആക്ടിവിറ്റീസിൽ ഇപ്പൊ നിങ്ങൾ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. KG സെഷൻ ആണല്ലോ, അപ്പൊ നമ്പേഴ്സ് ഫസ്റ്റത്തേൽ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കണം. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് കൊടുക്കാം. ദെൻ റിസൾട്ട് എന്തായിരിക്കണം? ആ കുട്ടികളെല്ലാവരും ആ നമ്പേഴ്സ് പഠിച്ചിരിക്കണം. എല്ലാ നമ്പേഴ്സ് കൊടുക്കുക. ഇപ്പൊ ആൽഫബെറ്റ്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ എന്താണ് ആൽഫബെറ്റ്സ് പഠിപ്പിക്കാതെ എഴുതാം. ദെൻ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഫിൽ ചെയ്യാം. ഇത്രയുമാണ് എന്ത് ചെയ്യേണ്ടത് അതിൽ പറഞ്ഞത് കേട്ടോ.
അങ്ങനെ നമ്മളുടെ ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യാൻ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏത് ഫോർമാറ്റ് ആണോ ഫോളോ ചെയ്യുന്നത് ആ ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഫിൽ ചെയ്യാം. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പൊ ഇന്ന കാര്യങ്ങൾ ചില എന്താ പറയാ, ചില സ്കൂളുകളിൽ അവരുടെ ഉണ്ടാവും, അവർ ഇന്നത് പഠിപ്പിച്ചാൽ മതി, ഇത് നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ പോണത്, ഇപ്പൊ ഫോണറ്റിക്സിന്റെ സൗണ്ട്സ് ആണെന്ന് വിചാരിക്കും, പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ നമ്മൾ ആ പ്രൊനൗൺസിയേഷൻ ടീച്ചിങ് അത് അങ്ങനെ എഴുതി വെക്കുക, അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കുക. അപ്പൊ കുട്ടികൾ അത് പഠിക്കണം. നിങ്ങളത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അത്ര എന്താ പറയാ, അത് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ദെൻ അവരെന്ത് ചെയ്യണം, അത് പഠിപ്പിച്ചെടുക്കണം. ഓക്കെ ഓക്കെ ആണോ? കൂടുതലായിട്ട് ടീച്ചേഴ്സ് മാനുവൽ അല്ലെങ്കിൽ ലേണിംഗ് അത് BEd-ലാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മളത് ടീച്ചേഴ്സ് മാനുവൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആൽഫബറ്റ്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കും. ടീച്ചിങ് ആൽഫബറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ടിൽ ആൽഫബറ്റ്സ് A to Z എഴുതുക. അത് A for ആപ്പിൾ, അത് ആപ്പിൾ പിക്ചർ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ചാർട്ട് വഴി നിങ്ങൾക്ക് എങ്ങനെയാണോ ഓരോരുത്തർക്ക് അത് അത്ര മനോഹരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവരെ പഠിപ്പിക്കാൻ നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെല്ലാവരും ഇതിന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ, ട്രെയിനിങ്ങിന് പോയി തുടങ്ങി തോന്നുന്നു അല്ലെ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്? 3 കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. ഏതൊക്കെയായിരുന്നു? സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിൽ ലവ് ആൻഡ് സെക്യൂരിറ്റി, ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. ഇതൊന്ന് റീഡ് ചെയ്തേ. എന്നിട്ട് ആരെങ്കിലും ഒരാള് ലവ് ആൻഡ് സെക്യൂരിറ്റി പറയാം, നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് എന്താന്ന് പറയാം, നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ എന്നോട്. ഓക്കെ ഓക്കെ ആണോ? ഒരു പ്രതികരണം ഇല്ലാതിരിക്കുന്നത്? യെസ് മാം. ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? ഓക്കെ, വേഗം വായിച്ച്, വേഗം വായിക്കട്ടോ. വായിച്ചാ? ഓക്കെ, ഇതില് ലവ് ആൻഡ് സെക്യൂരിറ്റി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയാം, അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കൂ കേട്ടോ. അതായത് മാം, കുട്ടികൾക്ക് ഒരു സുരക്ഷിത ബോധം ഉണ്ടാവണം. അതായത് അമ്മയും അച്ഛനും തന്റെ കൂടെ ഉണ്ട്, എല്ലാവരും എന്റെ ഒപ്പം ഉണ്ട്, ഞാൻ തനിച്ചല്ല എന്നൊക്കെ ഒരു കുട്ടിക്ക് ഒരു ബോധം വരുന്നതിനെ പറ്റിയാണ് ഈ ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയണത്. കുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ സ്നേഹം കൊടുക്കുക, വാത്സല്യവും സ്നേഹമൊക്കെ കൂടുതലായിട്ട് കൊടുക്കുക. കുട്ടി ഒരിക്കലും തനിച്ചാണ് എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കാതിരിക്കുക. ഇതൊക്കെയാണ്. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ആരാ പറയണേ? അന്ന ഹലോ മാം. എപ്പോഴും കുട്ടികളെ ഡിപ്പെൻഡന്റ് ആയിട്ട് വളർത്താണ്ട് അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാനൊക്കെ ആയിട്ട് കൂടുതലും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അവരുടെ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും കോൺഫിഡൻസ് ഒക്കെ ലെവൽ വർദ്ധിക്കാനും അതങ്ങനെ സഹായിക്കുന്നു. ഓക്കെ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം കുട്ടികളെ സംബന്ധിച്ച്? ആര് പറയും?
റെനീഷ അല്ലെ, റെനീഷ സലിം. പേര് പ്രൊണൗൺസ് ചെയ്തതിൽ വ്യത്യാസം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. റെനീഷ, റെനീഷ അല്ലെ. ഓക്കെ, കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ എന്താ സംസാരിക്കൂലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാഞ്ഞാണോ? നീതു, നീതു ഓക്കെ. ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാം. വീട്ടില് പ്രശ്നങ്ങളും മറ്റൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ കുട്ടിയുടെ സ്വഭാവത്തിലും അതൊക്കെ കാണും. വീട്ടില് തല്ലും വഴക്കും അങ്ങനെയൊക്കെ കണ്ടാണ് കുട്ടി വളരണമെങ്കിൽ കുട്ടിയുടെ മെന്റലി എഫക്ട് ചെയ്യും ഇത്. എന്നാൽ നല്ലൊരു സ്നേഹത്തോടെയും കരുതലോടും കൂടിയുള്ള വഴക്കൊന്നും കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നടത്താണ്ടിരിക്കുവാണെങ്കിൽ കുട്ടിക്ക് നല്ലൊരു രീതിയിലുള്ള മെന്റലി മെന്റലി പവർ ഉണ്ടാവും കുട്ടിക്ക്. എന്താ വെച്ചാൽ ഇമോഷണലി കുട്ടി നല്ലൊരു മൈൻഡ് ഉള്ള ഒരു കുട്ടിയായിരിക്കും. കുട്ടിയുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും എന്ത് സ്വന്തം പറ്റുന്നു, സ്വയമായിട്ട് ഇമോഷൻസും അതേപോലെ തന്നെ നല്ലൊരു സോഷ്യൽ ബി ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. നമ്മൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് പറഞ്ഞൊരു പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. എബ്രഹാം മാസ്ലോന്റെ നീഡ് ഓഫ് ഹൈറാർക്കി എന്ന് പറയുന്ന തിയറിയുടെ ബേസിലാണ് നമ്മൾ ഈ കാര്യം പറയാൻ പോകുന്നത്. നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾ മിക്കവാറും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ കൊമേഴ്സ് ഗ്രൂപ്പിലൊക്കെ നമ്മളത് വേറൊരു രീതിയിൽ, ഏത് രീതിയിൽ കമ്പനിയുടെ ഒക്കെ രീതിയിൽ ചിലപ്പോൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഏത് മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി എന്ന് പറയുന്ന ഈ തിയറിക്ക്. കുറച്ചെന്ന് വെച്ചാല് എന്താ പറയാ, ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ പറയണ രീതിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതാണ് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ്. എബ്രഹാം മാസ്ലോ ആണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന വ്യക്തി. അദ്ദേഹം പറയണത് ഓരോ വ്യക്തിക്കും 5 നീഡ്സ് ആണ് ഉള്ളത്. നമ്മളെല്ലാവർക്കും, നിങ്ങളെല്ലാവർക്കും എന്തുണ്ട്, 5 നീഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ നീഡ് ഫിസിക്കൽ. കേൾക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ രൂപത്തിലാണ്. അത് എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം. നമ്മുടെ കയ്യിലുള്ളതൊരു എന്താ പറയാ, മുകളിലേക്കുള്ള ഒരു ആരോ പോലത്തെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നീഡ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കാം, ഓരോ സ്റ്റെപ്പ് ബൈ ആണ് ഇത് മുകളിലോട്ട് പോണത്. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് ഫിസിക്കൽ നീഡ്സ്. അതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് ആണ്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന്റെ എന്താ പറയാ, ഫിസിക്കൽ നീഡ്സ് ആണ് ഇവിടെ വരുന്നത്. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, വാംത്ത്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമുക്ക് 3 കാര്യം നോക്കിയാൽ മതി. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ എന്ത് വരുന്നത്, ആ കുട്ടിക്ക് ഏറ്റവും നീഡായിട്ട് വേണ്ടത്. ഫിസിക്കൽ ആയിട്ടുള്ള ഫസ്റ്റത്തെ നീഡ് എന്താണ്, ഒരു വ്യക്തിനെ സംബന്ധിച്ച് അവന് ശുദ്ധമായിട്ടുള്ള എന്ത് കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട്, ഷെൽട്ടർ കിട്ടുന്നുണ്ട്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സിലേക്ക് വരാൻ പ്രൊട്ടക്ഷൻ ഫ്രം ദ ഹാം ഓർ ഇൻജുറീസ്. പുറത്തുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ഇതിൽ നിന്ന് അവൻ എന്ത് കിട്ടുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ലവ് ആൻഡ് ബിലോങ്ങിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലവ് ആൻഡ് സെക്യൂരിറ്റി പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് എങ്ങനെയാണ് നല്ല ലവും ബിലോങ്സ്, മറ്റുള്ളവർക്ക് അവന് ഇമ്പോർട്ടന്റ് ആണ്, അവനെ നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്നത്. ബിലോങ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവര് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ കുട്ടികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്റ്റീം നീഡ് ആണ്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്ട്, കോൺഫിഡൻസ്, സെൽഫ് എക്സ്റ്റീം ആണ് അവരുടെ ഒരു എക്സ്റ്റീം നീഡ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്താണ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് പൈസ, കുറച്ച് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റീം നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, ഓരോ വ്യക്തിനെ സംബന്ധിച്ച് അവർക്ക് എന്തുണ്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിനെ സംബന്ധിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ വ്യക്തികളും എന്താണ് വ്യത്യാസമായിരിക്കും എന്ത് ഈ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്.
ആദ്യത്തെ ബേസിക് ആണ് ഈ നമ്മൾ ഈ പറയണം ഫസ്റ്റത്തെ രണ്ടെണ്ണം ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് രണ്ടും ബേസിക് നീഡ്സ് ആണ്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് അത് എന്താണ് ബേസിക് നീഡാണ്. നെക്സ്റ്റ് വരുന്നത് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. എന്നുവെച്ചാൽ ആ വ്യക്തിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അയാളുടെ സൈക്കോളജിക്കൽ ആയിട്ടും മെന്റലി ആയിട്ടുള്ള നീഡാണ്. ദെൻ വന്നത് സെൽഫ് ഫുൾഫിൽമെന്റ് ആണ്. എന്നുവെച്ചാല് ഇപ്പൊ നമുക്കിപ്പോ ഒരു വ്യക്തിയുടെ സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്കില്ലേ നമ്മളൊക്കെ പഠിച്ചു, നിങ്ങൾക്ക് ഏകദേശം ഫുഡും വാട്ടറും ഒക്കെ കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, പിന്നെ സേഫ്റ്റി കിട്ടുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഹൗസും വീടും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും സ്നേഹിക്കുന്നവരും കൂടി ഉണ്ട്, നിങ്ങൾക്ക് എന്തുണ്ട് ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഒരു കാര്യം പഠിക്കാനായിട്ടുണ്ടെങ്കിൽ എന്താ വന്നത്, നമുക്ക് എന്തോ എവിടെയോ മിസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പഠിച്ച് ഈ പാസ് ഔട്ട് ആവില്ലേ, ആ ഒരു സമയത്ത് നമ്മൾ എന്തോ ഒന്ന് അച്ചീവ് ചെയ്തു എന്നൊരു ഫീലിംഗ് വരും, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് വരും. അതാണ് സെൽഫ് ഫുൾഫിൽമെന്റ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്തോരം വയസ്സിന്റെ എന്തോരം കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഈ നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തണം. ഓരോ വ്യക്തിയെയും അനുസരിച്ചിരിക്കുമ്പോ എന്നെയാണെങ്കിലും എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എനിക്കൊരു എയിം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഉള്ള ഒരു എയിം. അത് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ത് ചെയ്യണത്, അറ്റൈൻ ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ എല്ലാവരും നിങ്ങളുടെയൊക്കെ എന്തായിരിക്കും, ഒരു ടീച്ചർ ആവാൻ എപ്പോഴോ പാതിയിൽ മുടങ്ങിപ്പോയ ഒരു പഠനം അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വീണ്ടും കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് മാറാം എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ഏകദേശം. ഞാനൊന്ന് എക്സാമ്പിൾ പറഞ്ഞ വ്യക്തികളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ആ കുട്ടികളെയൊക്കെ വന്ന് പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു യഥാർത്ഥ ബോധത്തിലേക്ക് വരുത്തുന്ന നീഡ്, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വയം ആ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷനിൽ വന്നേട്ടോ. ഇത് ഫസ്റ്റത്തത് ബേസിക് നീഡ്സിൽ വന്നതാണ്. ഫിസിയോളജിക്കൽ നീഡ്സ്, അതിൽ ഫുഡ് വാട്ടർ ഷെൽട്ടർ ഒക്കെ വരും, റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ദെൻ സേഫ്റ്റി നീഡ്സിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, നമുക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു സറൗണ്ടിങ്സിൽ ജീവിക്കാൻ പറ്റും, സേഫ് ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ ജീവിക്കാൻ പറ്റും. ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ വരുന്നത് ഇതിലാണ്. എക്സ്റ്റീം നീഡ്സിൽ പ്രസ്റ്റീജ്, ഫീലിംഗ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ് ഒക്കെ ഇവിടെ വരും. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ. അച്ചീവിംഗ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ഇൻക്ലൂഡ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ചിലവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള നീഡ്. ഓരോ വ്യക്തിനെ സംബന്ധിച്ച് വ്യത്യസ്തമാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളുടെ എന്താണോ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്തെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ നോക്കാം. കുട്ടികളുടെ ഇതിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് അവർക്ക് ബേസിക് നീഡാണ് വേണ്ടത്, ഫുഡ് വാട്ടർ ഷെൽട്ടർ ഒക്കെ, ഫിസിയോളജിക്കൽ നീഡ്സ്. നെക്സ്റ്റ് സേഫ്റ്റി, അവർ പ്രോപ്പർ ആയിട്ട് സേഫ് ആണ്, അവരുടെ പാരന്റ്സിന്റെ അടുത്ത് അവർ എന്താണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ വീട്ടില്. അത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് വരുന്നത്. ബിലോങ്നെസ് ഓർ ലവ് നീഡ്, അപ്പൊ നമ്മളുടെ ഈ റിലേഷൻഷിപ്പ്, ഈ മദറും ചൈൽഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഫാദറും ചൈൽഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതാണ് ഈ ലവ് നീഡ് അല്ലെങ്കിൽ ബിലോങ്നെസ് നീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്റ്റീം നീഡിലേക്ക് കുട്ടി വരും, അതാണ് പ്രസ്റ്റീജ്. അത് അത്രയ്ക്കും കുട്ടികളിൽ ഇല്ല. ഫീൽ ടു കോമ്പിറ്റന്റ്, അവൻ ഓക്കെ ആണ്, പ്രസ്റ്റീജ് നല്ലതാണെന്നുള്ള രീതിയാണ്. ഏറ്റവും അവസാനം ആ കുട്ടികളെ എങ്ങനെ എത്തും, സെൽഫ് ആക്ച്വലൈസേഷൻ എത്തും. ഒരു ഏജ് എത്തുമ്പോഴാണ് ഈ ഒരു നീഡിലേക്ക് എത്തുന്നത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തുന്നത്. നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് നോക്കാം കേട്ടോ. We have seen in these children have different needs. നമ്മളിപ്പോ നോക്കിയപ്പോ നേരത്തെ എത്രാമത്തെ പേജ്? അതെനിക്ക് അറിഞ്ഞുകൂടാലോ മോനെ. 70 തോന്നുന്നുണ്ടോ? നോക്കി, സെയിം ആണോ? 70 ആണോ നോക്കി. ബാക്കിയുള്ളവരൊന്ന് പേജ് നമ്പർ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കട്ടോ. എനിക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ബുക്കിലാണ് 70. യൂണിറ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവാ ദിവ്യ. യൂണിറ്റ് 8 യൂണിറ്റ് 8 പാർട്ട് 2 യൂണിറ്റ് 8 കേട്ടോ. ഓക്കെ അല്ലെ? നോക്കാം കേട്ടോ. നമ്മള് നേരത്തെ നോക്കി ഒരുപാട് നീഡ്സ് ഉണ്ട് കുട്ടികൾ. നമ്മൾ പറഞ്ഞു ഒരുപാട് നീഡ്സുകൾ പറഞ്ഞു പോയല്ലോ.
ഒരുപാട് നീഡ്സ് എന്തുണ്ട് കുട്ടികൾക്ക് ഉണ്ട്. അപ്പൊ ഈ കുട്ടികളിൽ സം ദീസ് ആർ physiological requirements which are essential to survey. ഇതിൽ ചില ഇത് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് ആണ്. അത് നമുക്ക് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയാൻ പറ്റുമോ? ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് ഫുഡ്, വാട്ടർ, പിന്നെ ഫുഡും വാട്ടറും, ഷെൽട്ടർ, ഡ്രസ്, ഷെൽട്ടർ, ക്ലോത്തിങ്. ഞാൻ ചോദിക്കാൻ കാരണം ഈ ടോപ്പിക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആരും നോക്കിയിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടാ, ഒരാള് പോലും നോക്കിയിട്ടില്ല. ഫസ്റ്റ് യൂണിറ്റ് 8 ഫസ്റ്റ് പറയണത് അതാണ്. വായിച്ചു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ദൈവമേ, ഞാൻ പറയാം. ഫുഡ്, വാട്ടർ, മനസ്സിലായില്ല? ആവശ്യമായിട്ടുള്ള എന്തൊട്ടൊക്കെ അതാണ് ചോദിച്ചത്. എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ല. എന്തൊക്കെയാണ്? ഓക്കെ, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് വേണം, ഫിസിക്കൽ ആക്ടിവിറ്റീസും എക്സസൈസും ചെയ്യണം. ലാസ്റ്റ് ഹൈജീൻ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കവർ ചെയ്ത്. എന്തൊക്കെയായിരുന്നു? ഫുഡും വാട്ടറും കിട്ടണം, ക്ലോത്ത്, പ്രോപ്പർ ആയിട്ട് ക്ലോത്ത് വേണം, സ്ലീപ്പ്, റെസ്റ്റ്, ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്, ദെൻ ഹൈജീൻ. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ അവിടെ നോക്കിയത്. ദെൻ നെക്സ്റ്റ് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ these are also called primary requirements and include the need for satisfying hunger and thirst. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രൈമറി റിക്വയർമെന്റ്സ് ആണ്, അതുകൊണ്ടാണ് ബേസിക് നീഡ്സ് എന്നൊക്കെ പറയുന്നത്. ഈ ഫിസിയോളജിക്കൽ നീഡ്സിന് നമ്മൾ എന്ത് പറയും? ബേസിക് നീഡ്സും കൂടി പറയാം. കാരണം അത് ബേസിക് ആണ്. ഒരു വ്യക്തിനെ സംബന്ധിച്ച്, കുട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ് ഏത്? ഈ പറഞ്ഞ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. അതിൽ ഹങ്കർ അല്ലെങ്കിൽ ദാഹവും വിശപ്പും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. When these needs are fulfilled, the child look towards satisfying her safety need. നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ അടങ്ങി കഴിഞ്ഞാൽ നെക്സ്റ്റ് നീഡിലേക്കായിരിക്കും ആര് നോക്കുന്നത്? കുട്ടികളെ നോക്കുന്നത്. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങനെയാണ്. എന്താ പറയാ, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്, നമുക്ക് പ്രോപ്പർ ആയിട്ട് വാട്ടർ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കുക? സേഫ്റ്റി ആണ്. സാധാരണ രീതിയിൽ ഷെൽട്ടർ എന്ന് പറയുന്നുണ്ട്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഒരു താമസിക്കാനുള്ള സ്ഥലമാണ്. നമ്മള് പ്രോപ്പർ ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ ഏറ്റവും സേഫ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? നമ്മൾ എവിടെ പോയാലും നമുക്ക് അത്രയും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ് നമുക്ക് തോന്നൂല. പക്ഷെ നമ്മളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് അത്ര സേഫ് ആയിരിക്കും. അപ്പൊ കുട്ടികളും ഏത് നീടാ നോക്കുന്നത്? സേഫ്റ്റി നീഡില് അവരവരുടെ ഷെൽട്ടർ ആണ്. അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അവരുടെ വീടായിരിക്കും അവരെന്തായിട്ട് എടുക്കുന്നത്? സേഫ്റ്റി നീഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ് നോക്കുന്നത്. അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നോക്കുന്നത്. ഇനി നെക്സ്റ്റ് ഹൈറാർക്കിയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് നീഡാണ്, അല്ലെങ്കിൽ ബിലോങ്നെസ്, നീഡ് ഫോർ ബിലോങ്നെസ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട്. കുട്ടികളെ സംബന്ധിച്ച് എക്സ്റ്റീം ആൻഡ് ബിലോങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ അവരെ വാത്സല്യം കാണിക്കുന്ന, അത്രയും അവർ ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതുന്ന ആരെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് എക്സ്റ്റീം നീഡിൽ വരുന്നത്. സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ട്, നമ്മളൊക്കെ അങ്ങനെയാണ്. നമുക്കൊക്കെ ആരെങ്കിലും സ്നേഹിക്കാനുണ്ട്, നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എന്തോരം കഷ്ടപ്പാടാണെങ്കിലും അല്ലെങ്കിൽ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പക്ഷെ ഒന്ന് ആലോചിക്കും, നമ്മൾ ഒറ്റയ്ക്കാണ് ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അവിടെ നമുക്ക് അത്രയും ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും. ഒരുപാട് എന്താ പറയുക, നമ്മള് മെന്റലി വീക്ക് ആയി പോകും. അപ്പോൾ അതേപോലെ തന്നെയാണ് കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് അവരുടെ പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. ഇപ്പൊ പാരന്റ്സ് ബിസി ആയിരിക്കും, ജോലിയൊക്കെ ആണെങ്കിൽ പോലും ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികളെ നോക്കുന്നുണ്ട്. അവർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ്, അവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും. അവരുടെ ആ സൈക്കോളജിക്കൽ ആ നീഡ് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. ദീസ് കൺസിഡർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ഇവിടെ വന്നതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ആൻഡ് ഫൈനലി കംസ് ദ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി വന്നതാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. Leads to achieve one's potential and do creative work, explore the environment and understand it.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാം, കണ്ടെത്താം, അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു നമ്മൾ എന്താ പറയാ, എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാം, അത് മനസ്സിലാക്കാം. ചില ആൾക്കാരില്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ ചിലവർക്ക് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്, സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല ക്ലിയർ ആണല്ലോ മാം. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ചോദിച്ചേട്ടോ. ചില ആൾക്കാരില്ലേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുന്നും മലയും ഈ ബൈക്കിലൊക്കെ നടന്ന് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ എന്തുകൊണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്? അവർക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവന്മാർക്ക് ഇതൊക്കെ എടുക്കാണ്, ഈ വണ്ടിയിൽ ഇത്രയും കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്യാൻ എന്താണ് അവർക്ക് കിട്ടണത്? അവർക്ക് കിട്ടുന്ന അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഓരോ പുതിയ സ്ഥലവും വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ല, ആ ഒരു എന്താ പറയാ, അവർക്ക് കിട്ടുന്ന ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതൊരു മാർഗമുണ്ട്. ചില ആൾക്കാർക്ക് ഈ ഡിഗ്രികളൊക്കെ കൂടുതൽ വാങ്ങിക്കൂലേ, ചിലപ്പോ പഠിക്കാം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ പറയാറുണ്ട് ഈ ചെക്കൻ എന്താ പഠിച്ച് പ്രാന്താണ്, PG ഉണ്ടാവും, ഡോക്ടറേറ്റ് ഉണ്ടാവും, ഒരുപാട് വിഷയങ്ങൾ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇവർക്ക് പഠിച്ച് പ്രാന്തായിട്ടുണ്ട് എന്നൊക്കെ പറയും. അതെന്താണ്? അത് അവന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ പഠനത്തോടുള്ള എന്താ പാഷൻ, അവരുടെ ഇഷ്ടമാണ് അതിന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു കാര്യം, എന്റെ അല്ല, ഒരു വ്യക്തിയുടെ കാര്യം എന്ന് വിചാരിക്കും. ചിലവർക്ക് പഠിപ്പിക്കണത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ പഠിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് അത്ര എൻജോയ് ചെയ്തായിരിക്കും പഠിപ്പിക്കുന്നത്. അവരുടെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടികളും അവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആ കുട്ടികൾ മിണ്ടാണ്ടൊക്കെ ഇരിക്കൂലേ, ഒരു റെസ്പോണ്ട് ഒന്നും ഇല്ലാണ്ട് അവർക്ക് മനസ്സിലാവാത്ത പോലെ ഇരിക്കൂലേ, അപ്പൊ ഭയങ്കര വിഷമവും തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, ഓരോരുത്തരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്തായാലും മാറിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ ഓരോ ടൈം അനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യണം, അത് എക്സ്പ്ലോർ ചെയ്യണം, അതെന്തെങ്കിലും മനസ്സിലാക്കണം. നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ചിലവരെങ്ങനെയാണ് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വന്നവരുണ്ട്. എനിക്കിത് കിട്ടിയേ പറ്റും മിസ്സേ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സേ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇങ്ങനെ പറയാറുണ്ട്. ചിലവരുടെ മെസ്സേജ് കാണണം കേട്ടോ. കുട്ടികൾ ഇങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ചിനൊക്കെ ഉള്ളവര് പ്ലേസ്ഡ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞങ്ങള് ഇന്ന ബാച്ചാണ്, ഇതില് പ്ലേസ് ആയിട്ടുണ്ട്, ഞങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത് പഠിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയതൊക്കെ പറഞ്ഞാൽ അവർ എന്ത് ചെയ്യാറുണ്ട്, മെസ്സേജ് ഒക്കെ അയക്കണം. കാരണം അവർ ചിലപ്പോൾ ഹാപ്പി ആയിട്ട് ആ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് ആണ്. അവർ ആ പറയുന്ന ആ ഒരു വേയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവർ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഏരിയയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. The diagram below show on extract idea of hierarchy of needs. അപ്പൊ നമ്മൾ താഴെത്തട്ട് മുതൽ മുകളിലേക്കുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ നീഡാണ് ഇതിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഇതൊരു കുട്ടീനെ വെച്ച് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ വെച്ച് പറയാൻ പറ്റും. എല്ലാവരും ഒരു സെയിം ആണ്. ഒരു വ്യക്തിനെ വെച്ച് നമ്മൾ അത് പറയുകയാണെങ്കിലും ഒരു കുട്ടീനെ വെച്ച് അത് പറയുകയാണെങ്കിലും സെയിം ആണ് കേട്ടോ. Only when the need at one level satisfied, the child can act to satisfy the next higher level of need. നമ്മൾ ഫസ്റ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, നെക്സ്റ്റ് നീഡിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെടുക്കുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. ഇപ്പോ ഫസ്റ്റ് എന്താണ്, ഫിസിയോളജിക്കൽ നീഡാണ്. അതെന്തൊക്കെയായിരുന്നു? വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, എക്സസൈസ് ആൻഡ് ആക്ടിവിറ്റീസ്, ഹൈജീന്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നത്. നെക്സ്റ്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡിൽ എന്താ വന്നിരുന്നത് ഞാൻ പറഞ്ഞത്? ഷെൽട്ടർ ആണോ? ഷെൽട്ടർ അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എഴുതിയാൽ മതി. ആ കുട്ടി ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് നല്ല സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അവിടെ സെക്യൂർഡ് ആണ് ആ പ്ലേസ്, വേറെ ഒന്നും ടെൻഷൻ അടിക്കാനില്ല, നല്ല സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. നീഡ് ഫോർ ബിലോങ്ങിനെസ്സിന് ലവ് നീഡ് എഴുതി വെച്ചോ, നമുക്കൊക്കെ ആരെങ്കിലും നമ്മൾ സ്നേഹിക്കാനൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഫീൽ. നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്. എന്താണ്? ഫ്രണ്ട്ഷിപ്പ് എഴുതാം. അതേപോലെ തന്നെ ബിലോങ്നെസ്സിൽ എക്സ്ട്രീം നീഡ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമുക്ക് ആ പാരന്റ്സിന്റെ കെയറും അതേപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കെയറും ഒക്കെ അതിൽ വരും കേട്ടോ, ബിലോങ്നെസ്സിൽ വരും. ഇനി നീഡ് ഫോർ ഫീൽ കോമ്പിറ്റന്റ് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആ ഒരു സെന്റൻസ്
ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിലെ കോമ്പിറ്റന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ വായിച്ചപ്പോ കണ്ടില്ല. കോമ്പിറ്റന്റിൽ പറഞ്ഞത് എന്തായിരുന്നു? എക്സ്ട്രീം നീഡ് ആണ്. എക്സ്ട്രീം നീഡിൽ എന്തായിരുന്നു? പ്രസ്റ്റീജ്, ഫീൽ ഓഫ് അക്കോംപ്ലിഷ്മെന്റ്, നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു. ഇപ്പൊ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. നമ്മളൊക്കെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഏതാണ്? ആൻമരിയ കലിപ്പിലാണ് അല്ലെ? ആ ഒരു കുട്ടിയുടെ കഥ പറയുന്നത്, ഒരു കുട്ടിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് കഥ പറയുന്നത്. ആ കുട്ടിയുടെ കഥ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ആ കുട്ടിക്ക് എന്താണ് ലോങ് ജമ്പിൽ മത്സരിക്കുന്നതാണ് അവളുടെ എന്താണ് ഒരു ഫീൽ ഓഫ് കോമ്പിറ്റന്റ് അല്ലെങ്കിൽ എക്സ്റ്റീം അല്ലല്ലോ കോമ്പിറ്റന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് നെസ്റ്റ് നീഡാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അതിൽ പ്രൈസ് കിട്ടുക, ആ ഒരു ചെറിയൊരു കാര്യങ്ങൾ നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ മത്സരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റണം. അത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഒരു വ്യക്തിയുടെ ഈ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ നീഡാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഇത് അച്ചീവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ, ഇവിടെ ഉള്ളവരെല്ലാവരും നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ എയിം എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളുടെ ഏറ്റവും എയിം എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി എനിക്ക് ഇപ്പൊ എന്താ പറയാ, കോമ്പിറ്റന്റ് ഓക്കെയുടെ എല്ലാവരും ഫിസിക്കൽ നീഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, സേഫ്റ്റി നീഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, നീഡ് ഓഫ് ബിലോങ്നെസ്, ലവ് നീഡ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് അതും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ബട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അപ്പോഴും മിസ്സിംഗ് ആണ്. അത് എന്താ പറയാ, അത് അച്ചീവ് ചെയ്യാനുള്ള എന്താ പറയാ ഒരു ഇതിലാണ്, ഒരു എന്താ പറയാ ആ ഒരു എന്താ പറയാ അതിന്റെ ഒരു മാർഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു വഴിയിലാണ് ഞാനിപ്പോഴും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായാ? ഞാൻ ഇന്ന് പറഞ്ഞത് മനസ്സിലായാ? കാരണം ഇത്തിരി നമ്മള് കുറച്ചിരുത്തി പഠിക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങളൊക്കെ ചിലപ്പോൾ കൊമേഴ്സ് ഗ്രൂപ്പ് കഴിഞ്ഞ് വന്നവരായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വേറൊരു രീതിയിലായിരിക്കും. നീഡ് ഓഫ് ഹയറാർക്കി പല രീതിയിൽ പഠിച്ചവരുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ട് പറയണം. ഒരു ചൈൽഡിന്റെ ഓരോ നീഡ്സ് ആണ്, ഓരോ ലെവൽസ് ആണ്. ഓരോ ലെവൽസ് അച്ചീവ് ചെയ്യുമ്പോൾ ആ ചൈൽഡ് കോമ്പിറ്റന്റ് ആയി അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് അച്ചീവ് ചെയ്യാനാണ് നോക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും, എന്നിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ നീഡിന്റെ ഫ്ലോയും ഇതും കുറച്ച് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഞാൻ എല്ലാവരും കൊണ്ടും പറയിപ്പിക്കും. മിണ്ടാതിരിക്കുന്ന എല്ലാവരും വായിച്ചോ. എല്ലാവരും ഓരോരുത്തരും പേര് വിളിച്ച് തന്നെ പറയിപ്പിക്കും കേട്ടോ. ഒരു പ്രതികരണം ഇല്ലാണ്ടിരിക്കുക നല്ലതല്ല പിള്ളേരെ. നമ്മള് റെസ്പോണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയാ വിചാരിക്കാന്നറിയാവോ, ഞാൻ പഠിപ്പിച്ചിട്ട് ഒന്നും മനസ്സിലാവണില്ല, അതുകൊണ്ടാണ് ഈ പിള്ളേർ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ പഠിപ്പിച്ചു പോയാലും എനിക്ക് വീണ്ടും വിഷമായിരിക്കും. ദൈവമേ, ആ പിള്ളേരെ ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഇത്രയും നേരം പറഞ്ഞിട്ടും അവർക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് വിഷമായിരിക്കൂലേ? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് പുറത്തുനിന്ന് ഒന്നും പറയണ്ട. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
വായിച്ചോ? വായിച്ചെങ്കിൽ മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യോ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത്തിരി സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഇമേജ് ഒന്ന് എന്ത് ചെയ്യോ, പേസ്റ്റ് ചെയ്യോ, നിങ്ങളുടെ ആ ഇതിലേക്ക് ഒന്ന് വരച്ചെടുക്കോ. ഫസ്റ്റത്തത് ഫിസിയോളജിക്കൽ നീഡ്സ്, അതിന്റെ താഴെ ഫുഡ്, വാട്ടർ, റെസ്റ്റ്, അത്രയും മതിയോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് സേഫ്റ്റി നീഡ്, ദെൻ ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ് പറയണത്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ്, ആ ലിസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ? വ്യക്തി വരച്ച് എല്ലാവരും ഒന്ന് ചെയ്യുമോ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി? ഓക്കെ, വേഗം കേട്ടോ. ഒരു ട്രയാങ്കിൾ പോലെ, ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ ഒരു സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഒന്ന് വേഗം ഒന്ന് വരച്ചിട്ട് അത് എഴുതിയെടുക്കണം കേട്ടോ. ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്, എക്സ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. കുറച്ച് വലിയ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് വരച്ചു, കാരണം ആ ഉള്ളിലുള്ളതും കൂടി എഴുതണം. പിന്നെ സൈഡിൽ ഏതൊക്കെ നീഡാണ്, ഫസ്റ്റ് ബേസിക് നീഡാണ്, പിന്നെ സൈക്കോളജിക്കൽ നീഡാണ്, പിന്നെ സെൽഫ് ഫുൾഫിൽമെന്റ് നീഡാണ്, അതും കൂടി ഒന്ന് എഴുതണം കേട്ടോ. വേഗം ഒന്ന് ചെയ്തേ എല്ലാവരും. മിസ്സേ, പറഞ്ഞോടാ. ഇതിന് നമുക്ക് വേണ്ടത് എഴുതാ പറഞ്ഞ ഇത് ഫുള്ളല്ലേ നമ്മള്? അതെ, ഈ ട്രയാങ്കിളിനകത്തുള്ളതല്ലേ എഴുതാൻ പറഞ്ഞ? എല്ലാം എഴുതണം. ഇത് ഈ ട്രയാങ്കിൾ ഓക്കെയാണ്, ഇത് മൊത്തമായിട്ട് എഴുതിക്കോട്ടോ. ആ, ഓക്കെ. എഴുതി എല്ലാവരും എഴുതിയിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. എഴുതിയെടുത്തോ? ടൈം എടുക്കണ്ടല്ലേ, വരച്ചൊക്കെ എഴുതണം. ഇത് നിങ്ങൾ എന്റെ നോട്ട്ബുക്കിലേക്ക്, ഇത് റഫായിട്ടായിരിക്കുമോ ചിലപ്പോൾ ബുക്കിലേക്ക് വരച്ചിരിക്കുന്നത്. നോട്ട്ബുക്കിലേക്ക് ഇതൊന്നും കൂടി മാസ്റ്റർ നീഡ് ഓഫ് ഫയർ ആക്കി എന്ന് പറഞ്ഞിട്ട് താഴെ മാസ്റ്റർ നീഡ് ഓഫ് ഫയർ ആക്കി കൊടുക്കാം. ഞാൻ ഈ ഒരു ട്രയാങ്കിൾ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ,
എല്ലാരും കഴിഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ബാക്കി എല്ലാവരും കഴിഞ്ഞോ? യെസ് മാം, കഴിഞ്ഞു. ഓക്കെ. ഓക്കെ, അപ്പം നീഡ് ഓഫ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് നമ്മൾ ഇന്നെടുത്ത ക്ലാസ്. അതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് ഓരോരുത്തർ പറഞ്ഞോട്ടെ. ഇപ്പൊ എല്ലാപ്പോഴും പറയണ പോലെ തന്നെ പറഞ്ഞു അങ്ങനൊന്നും കുഴപ്പമില്ല, എല്ലാവർക്കും പറയാനുള്ള സമയമുണ്ട്. അപ്പൊ ഫസ്റ്റ് പറയണവര് പറഞ്ഞോട്ടെ, നെക്സ്റ്റ് അവർ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോകും. നമ്മൾ 35 സ്റ്റുഡൻസ് അല്ലേ ഉള്ളൂ, നമുക്ക് അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, ഇപ്പൊ ഞാൻ എടുത്തത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിചാരിക്കണം, സേഫ്റ്റിയിൽ ഇന്നതും കൂടി വരാം, സേഫ്റ്റി നീഡിൽ ഇന്നൊരു നീഡും കൂടി വരാം, അത് ഓക്കെയാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ, ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിലയം തോന്നുന്നുണ്ട് ഈ ബിലോങ്നെസ്സിൽ ഫ്രണ്ട്ഷിപ്പ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, കറക്റ്റ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കൂടി പറയാം കേട്ടോ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം, ഒരാള് മാറി നിൽക്കാൻ പാടില്ല. നമ്മള് എന്താ പറയാ, സാധാരണ ക്ലാസ്സിൽ എടുക്കുമ്പോ അത് പഠിക്കുമ്പോ അങ്ങനെയല്ല നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്. നമ്മൾ എന്താണ് ഒരു കാര്യം വ്യക്തമായിട്ട് ഒരു വേറെ രീതിയാണ്. അതിൽ നിങ്ങളും കൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. നിങ്ങൾ എന്താ പറയാ, ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും നല്ല ടീച്ചേഴ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ സപ്പോർട്ട് വേണ്ടേ ഞങ്ങൾക്ക്. ഈ പറയിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് പേടിക്കാൻ പാടില്ലല്ലോ. അവർ ക്ലാസ് എടുക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് തരുമ്പോ നമ്മള് അയ്യോ അതെന്താണ് എനിക്ക് അറിഞ്ഞൂടല്ലോ എന്ന് പറഞ്ഞ് മാറാണ്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനൊരു എന്താ പറയാ പോസിറ്റീവ് മൈൻഡോട് കൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് വേണ്ടിയിട്ടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചാണ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഹൈറാർക്കി ഓഫ് നീഡ് മനസ്സിലായത്? ആരാ പറയണേ? അറിയാവുന്നവര് വേഗം പറയാം, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആൾക്കാർക്ക് പറയാനുള്ള ടൈം കിട്ടും. കുട്ടികൾക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് വിശപ്പ്, ദാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പൊ കുട്ടികൾ കൂടുതലായിട്ടും ആശ്രയിക്കാന്ന് പറയുന്നത് അവനവന്റെ ഷെൽട്ടറിനെ തന്നെയായിരിക്കും കുട്ടികൾ ആശ്രയിക്കുക. പിന്നെന്താ, അതുപോലെ തന്നെ ആ കുട്ടികളെ സമൂഹത്തിനേക്ക് വേണ്ടി നമ്മൾ പ്രാപ്തരാക്കണം. അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായത്. വേറെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? കുട്ടികളുടെ ബേസിക് നീഡ്സും സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ഹൈറാർക്കി അനുസരിച്ച് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിങ്നെസ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഹൈറാർക്കി മാസ്ലോസ് ആണ് ഹൈറാർക്കി ഉണ്ടാക്കിയ ആളുടെ പേര്. അദ്ദേഹം അതിനെ 5 ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഫിസിയോളജിക്കൽ നീഡ്സിനടുത്ത് വരുന്നത് ഫുഡും വാട്ടറും ഷെൽട്ടറും ഒക്കെയാണ്. സെക്യൂരിറ്റിക്കകത്ത് വരുന്നത് നമുക്ക് കുട്ടികൾക്ക് ആ ഒരു ടൈമിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കിട്ടണം. പിന്നെ പ്രൊട്ടക്ഷൻ ടു ബിലോങ്നെസ്സിനകത്ത് വരുന്നത് ലവും കെയറും ഒക്കെ കിട്ടണം. നീഡ് ഫീൽ കമ്പറ്റ്മെന്റിനകത്ത് വരേണ്ടത് ഫീലിംഗ്, നമുക്കൊരു ഏജ് പ്രസന്റ് ഫീലിംഗും അക്കംപ്ലിഷ്മെന്റും കിട്ടണം. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിനകത്ത് അച്ചീവിങ് ഓൺ ഫുൾനെസ് പൊട്ടൻഷ്യൽ, അതാണ് വരുന്നത്. ഓക്കെ ഓക്കെ,
നെക്സ്റ്റ് ആരാണ് പറയണത്? മാം പേര് പറഞ്ഞോടാ. അഖില. ഓക്കെ, പറഞ്ഞോ. കുട്ടികൾക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്, നീഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സൈക്കോളജിക്കൽ നീഡ്സ് എന്നൊക്കെ പറയും. വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, ഇതൊക്കെ ഇതിനെ പ്രൈമറി റിക്വയർമെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫിസിക്കൽ നീഡ്സിൽ വരുന്നതാണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, അതൊക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതിൽ വരുന്നതാണ് നമ്മൾ ഷെൽട്ടർ, നമ്മുടെ അതുപോലെ അങ്ങനത്തെ പ്രൊട്ടക്ഷൻ, ആ ഒരു ബേസിൽ. ഈ ഫിസിക്കൽ നീഡ്സും സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്ങും. ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ അതിൽ വരുന്നു. പിന്നെ എസ്റ്റീം നീഡ്സിൽ വരുന്നതാണ് പ്രസ്റ്റീജ്, ഫീലിംഗ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ്, അതൊക്കെ പ്രസ്റ്റീജ് നീഡ്സ് അല്ല എസ്റ്റീം നീഡ്സിലാണ്. ഈ ലവ് ആൻഡ് ബിലോങ്ങിങ്ങും എസ്റ്റീം നീഡ്സും സൈക്കോളജിക്കൽ നീഡ്സിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. അതിൽ നമ്മുടെ എന്താ അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ, നമ്മുടെ എല്ലാ കഴിവുകളും നമ്മൾ അതിൽ കൈവരിക്കുന്ന ഒരു സ്റ്റേജാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അത് വരുന്നത് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡിನಲ್ಲಿ വരുന്നു. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? ഓക്കെ, നമ്മൾ മനസ്സിലായത് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ സംബന്ധിച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ സെൽഫ് ഫുൾഫിൽമെന്റ് ആണ്. ആ വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു എയിം എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാനാണ് എന്ത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആരാ പറയണേ? മാം. ഓക്കെ, പാർവതി അല്ലേടാ? മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് കുറെ നീഡ്സ് റിക്വേർഡ് ആണ്. അതിൽ മെയിൻ ആയിട്ട് പറയണത് ഫിസിക്കൽ നീഡ്സ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്, പിന്നെ എസ്റ്റീം നീഡ്സ്, പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അതിൽ ഫിസിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ഫുഡ്, വാട്ടർ, അതുപോലെ ഷെൽട്ടർ, സ്ലീപ്പ്, പിന്നെ മാം ഹെൽത്തും ഹൈജീനും ഒക്കെ അതിൽ പെടുമോ? ഹെൽത്തും ഹൈജീനും വരും കേട്ടോ. ഹെൽത്ത്, ഹൈജീൻ, അതൊക്കെ വരുന്നതാണ് ഫിസിക്കൽ നീഡ്സ്. പിന്നെ അടുത്തതാണ് സേഫ്റ്റി നീഡ്സ്. അതെന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, അതുപോലെ ഒരു ബൗണ്ടറീസ് വേണം കുട്ടികളെ സേഫ്റ്റി ആക്കി വെക്കാനായിട്ട്, അങ്ങനെ സേഫ്റ്റി ആയിട്ട് ഇരിക്കാനുള്ളത്. പിന്നെ ലവ് ആൻഡ് അറ്റാച്ച്മെന്റ്, അതായത് ഇമോഷണൽ സെക്യൂരിറ്റി ഒക്കെ നൽകണം അവർക്ക്. പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി കണക്ഷനും ഫ്രണ്ട്സും ഒക്കെ ഉൾപ്പെടുന്നതാണ്, ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ. കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സ്കൂള് ഒക്കെ വരും അതില്. പിന്നെ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അച്ചീവ്മെന്റ് ഒക്കെ വരുന്നതാണ് എസ്റ്റീം നീഡ്സ്. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ വരും. പിന്നെ നമ്മുടെ ലൈഫ് സ്കില്ലൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനുവേണ്ടി നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ അല്ലേ മാം? ഓക്കെ, ഇനി നെക്സ്റ്റ് നന്നായിരുന്നു കേട്ടോ. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, സെൽഫ് അച്ചീവ്മെന്റ് ആണ് മെയിൻ ആയിട്ട്. നമ്മൾ സ്വയമായിട്ട് എന്താ കൈവരിക്കുന്നത്, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരുന്നത്. ഇനി ആരാ പറയണേ? ആരുമില്ല? ഞാൻ പറയാം. പറഞ്ഞോടാ. മാസ്ലോസ് നീഡ് ഫോർ ഹൈറാർക്കിയാണ് നമ്മളിവിടെ പഠിച്ചത്. അതിനെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്, സെക്കൻഡ് വൺ നീഡ് ഫോർ സെക്യൂരിറ്റി, തേർഡ് വൺ നീഡ് ഫോർ ബിലോങ്നെസ്, ഫോർത്ത് വൺ നീഡ് ടു ഫീൽ അക്കംപ്ലിഷ്മെന്റ്, നീഡ് ടു ഫീൽ എസ്റ്റീം നീഡാണത്. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഫസ്റ്റ് വേണ്ട ബേസിക് നീഡാണ്. അതായത് ഫുഡ്, വാട്ടർ, ഹൈജീൻ ആയിട്ടിരിക്കണം, പിന്നെ ക്ലോത്തിങ്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. പിന്നത്തെ ബേസിക് നീഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്യൂരിറ്റി.
പിന്നെ ഹാംഫുൾ ഐറ്റംസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് നീഡ് ഫോർ ബിലോങ്ങിങ്സ്, അതായത് ഫ്രണ്ട്ഷിപ്പ്, ലവ് നീഡ്, അതായത് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ഏർപ്പെടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ പിന്നെ ഇമോഷണൽ സെക്യൂരിറ്റി എല്ലാം കിട്ടുന്നത്. പിന്നെ എസ്റ്റീം നീഡ് എന്ന് പറയുന്നത് പ്രസ്റ്റേജ് നീഡാണ്. അത് നീഡ് ഫോർ എസ്റ്റീം നീഡും ബിലോങ്ങിങ്സ് നീഡ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. പിന്നെ ലാസ്റ്റ് വൺ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, അതായത് നമ്മുടെ എയിം എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. നെക്സ്റ്റ് ആരാ പറയണേ? ബിബിത. പറഞ്ഞോടാ. പറയാം. 5 നീഡ്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൈക്കോളജിക്കൽ റിക്വയർമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തായാലും ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തായാലും. സൈക്കോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും ബേസിക് നീഡ്സിൽ ഉൾപ്പെടുന്നതാണ്. സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കുട്ടിയായാലും ഒരു മുതിർന്ന ഒരു വ്യക്തി ആയാലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്, റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്, ഹൈജീൻ, ഫുഡ്, ഡ്രസ്സ്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് വേണം. ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ നീഡ്സിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ബേസിക് നീഡ്സ് എന്നുകൂടി പറയുന്നത്. സേഫ്റ്റിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കണം. കുട്ടികളാണെങ്കിൽ അവർക്ക് എപ്പോഴും ലവ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ അമ്മയും കുട്ടിയും തമ്മിലൊരു നല്ലൊരു സ്നേഹത്തിലായിരിക്കും എപ്പോഴും. അതുകൊണ്ട് തന്നെ വീടായിരിക്കും അവരുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അവരവിടെ എപ്പോഴും സേഫ് ആയിരിക്കും. പിന്നെ അടുത്തത് ബിലോങ്ങിങ്സ്, ലവ് ആൻഡ് നീഡ്സ് എന്ന് പറയുന്നത് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പും ഫ്രണ്ട്സൊക്കെ ഉൾപ്പെടുന്നതാണ്. പിന്നെ എസ്റ്റീം നീഡ്സ് പ്രസ്റ്റീജും ഫീലിങ്സ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആണ്. ഈ എസ്റ്റീം നീഡ്സും ബിലോങ്സിങ്, ലവ് നീഡ്സും സൈക്കോളജിക്കൽ നീഡ്സിൽ പെടുന്നതാണ്. പിന്നെ അടുത്തത് ലാസ്റ്റ് വൺ ആണ് സെൽഫ് ആക്ച്വലേഷൻ. അത് സെൽഫ് ഫുൾഫിൽമെന്റ് ആണ്. നമ്മളെ ഏറ്റവും നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, അത് സഫലീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന നീഡാണ് ഇതിൽ പെടുന്നത്. ഇത് എല്ലാ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. അത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഈ നീഡ് ഫുൾഫിൽ ആവുന്നത്. ഫസ്റ്റ് നീഡ് അച്ചീവ് ചെയ്താൽ മാത്രമേ അടുത്ത നീഡ്സിലേക്ക് പോവാൻ പറ്റുകയുള്ളൂ. ഇത്ര എനിക്ക് മനസ്സിലായി. മാം മ്യൂട്ടാണ്. ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? സോറി, ഞാൻ മ്യൂട്ട് ആയിപ്പോയി. ഞാൻ മ്യൂട്ട് മാറ്റാൻ മറന്നുപോയതാ. വേറെ ആരെങ്കിലും പറയാനായിട്ടും? മാഡം ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോളാം. കുട്ടികളുടെ ഡിഫറെന്റ് നീഡ്സിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. കുട്ടികളുടെ റിക്വയർമെന്റ്സിനെ നമ്മൾ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സേഫ് ആക്ച്വലൈസേഷൻ. ഇതില് പ്രൈമറി റിക്വയർമെന്റ്സിൽ തന്നെ എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ് ഇങ്ങനെയുള്ള ഇത് ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ സേഫ്റ്റി നീഡ്സിലും പേഴ്സണൽ സെക്യൂരിറ്റി, ഹെൽത്ത്, ഇതൊക്കെ സേഫ്റ്റി നീഡ്സിൽ വരുന്നത്. പിന്നെ ലവ് ആൻഡ് നീഡ്സിൽ വരുന്നത് ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ഇതൊക്കെ ലവ് നീഡ്സിൽ വരുന്നുണ്ട്. എസ്റ്റീമിൽ വരുന്നത് സ്ട്രെങ്ത്, എസ്റ്റീം സ്റ്റാറ്റസ്, സെൽഫ് എസ്റ്റീം, ഇതൊക്കെ എസ്റ്റീമിൽ വരുന്നു. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷനിൽ സെൽഫ് ഫുൾഫിൽമെന്റ്, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, നാളെ വരുമ്പോ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത് വായിച്ചിട്ടാണ് കേട്ടോ വരാൻ. ഹൈറാർക്കി ഓഫ് നീഡ്സ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ അടുത്ത പോർഷൻ എടുക്കുള്ളൂ. കാരണം ഭയങ്കര കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ മൊഡ്യൂള് MT1 മൊഡ്യൂൾ 1 പാർട്ടുകൾ ഉണ്ടല്ലോ, നമുക്ക് 4 പാർട്ട് ഉണ്ടല്ലോ.
ഇതിലെ സെക്കൻഡ് പാർട്ടിൽ ഇപ്പൊ എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു അറിയാവോ? ഏതെങ്കിലും എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു അറിയാവോ ആർക്കെങ്കിലും? മിസ് ആക്ച്വലി ഫുള്ള് കഴിഞ്ഞു കഴിഞ്ഞു Needs ഫുള്ളായി. മാത്രമേ ഉള്ളൂ. ജിഷ മിസ് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി നീഡ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? എന്റെ ഉള്ളൂ. മൊഡ്യൂൾ 3 അല്ല, പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മുടെ അശ്വതി മിസ്സിനെയും കഴിഞ്ഞു. അശ്വതി മിസ്സിൻ്റെത് ലാസ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തിട്ട് അത് തീർന്നു. ഓക്കെ, നീഡ്സും കൂടെ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് തീർക്കാൻ ശ്രമിക്കും. നെക്സ്റ്റ് നമ്മ ജിഷ് ടീച്ചർ മൊഡ്യൂൾ 3 ഫുള്ളും ജിഷ് ടീച്ചറാണ്. മൊഡ്യൂള് 4 ഞാൻ അശ്വതി ടീച്ചറോട് ഷെയർ ചെയ്തായി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് സ്പീഡപ്പ് ആക്കിക്കോ. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷനൊക്കെ സ്പീഡപ്പ് ആക്കിക്കോ. കാരണം നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി അറിയാമെങ്കിലും ഏത് ബാച്ച് ആണെന്നോ ഏത് മാസമാണ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ? ജൂൺ ലാസ്റ്റാ തുടങ്ങിയത്. ജൂൺ ജൂൺ ലാസ്റ്റ് 25th. ജൂലൈ ഓഗസ്റ്റ് നവംബർ. ഓക്കെ, അപ്പൊ നമുക്ക് 6 months ആകുമ്പോഴേക്കും എക്സാം ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ പോയ പോർഷൻസ് ഒക്കെ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ആൻസർ ഒക്കെ ചെയ്യാനൊക്കെ നോക്കുക. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോ, ടൈമില്ല. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ പോർഷൻ ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്യാം, എന്നിട്ട് എടുത്തു വെക്കുക. ഇപ്പൊ തന്നെ വേഗം ഓഫ് ആവുമ്പോ തന്നെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യാതെ ഇതൊന്ന് റീഡ് ചെയ്ത് ഒന്നും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം, ക്ലാസ് ഇത് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ട് ഈ പോർഷനില്, നീഡ് ഹൈറാർക്കി ഓഫ് നീഡ്സില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാൻ എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.